ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ടു വിക്ക് ഗൈസ്. ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ ഇത്തിരി പേടിപ്പിക്കുന്ന ഗെയിമാണ് ഗൈസ്. യെസ് ഗൈസ്, ഗോസ്റ്റ് ഗെയിം ഗൈസ്. ഈ ഗെയിം ഞാൻ ഒറ്റയ്ക്കല്ല കളിക്കുന്ന ഗൈസ്. എന്നോട് ഒരുത്തനും കൂടെ ഉണ്ട്. അവൻ്റെ പേരാണ് ഗൈസ് ബ്രൈഡഡ് ഗെയിമിംഗ്. പിന്നെ ഗൈസ് എൻ്റെ ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക ഗൈസ്. റോഡ് 500 സബ്ബാണ് ഗൈസ്. പിന്നെ ലൈക്കും കൂടെ അടിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഇക്വിപ്മെന്റ് ഒക്കെ എടുക്കണ്ട എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തോ, ഞാൻ ഇതെടുക്കാം. ഞാൻ പ്രേതമായിട്ട് സംസാരിക്കാം. ഇനി കംപ്ലീറ്റ് ആട്ടാ. ഈ സാധനം എടുക്കാല്ലേ, ഗോസ്റ്റ് പിന്നെ ഈ ഇതിന്റെ എന്താണ് കണ്ണാടി നൈറ്റ് വിഷൻ ഗൂഗിൾസ് പോലത്തെ സാധനം. അത് ഗോസ്റ്റിന്റെ വല്ല ട്രേസസ് എല്ലാം ഇടിക്കാനായി. പിന്നെ നമ്മളുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ പ്രേതം കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ്. ഈ വീട്ടിൽ പോകും, പ്രേതത്തിനെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ ഇത് ഓരോ പ്രേതത്തിനെ കിട്ടുമ്പം നമ്മൾ ഓരോന്നിങ്ങനെ ഏതാണെന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഏതാന്നൊക്കെ പറയും. അപ്പം ഫ്രീസിങ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ആ കാര്യങ്ങളൊക്കെ എടുക്കണം. സംസാരിക്കാൻ നോക്കണം ആദ്യം. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടാ അങ്ങോട്ട് പോലെ അങ്ങോട്ട് നടന്നു. അങ്ങോട്ട് പോയത് അടുക്കളോട്ടാ പോയി. കുറച്ച് പുറത്തോട്ട് പ്ലാൻ വെക്കാം. നൈറ്റ് വിഷൻ ഗോഗിൾസ് ഓഫ് ചെയ്യണം. മണ്ട ടോർച്ച് എടുത്ത് വിടി. ടെമ്പറേച്ചർ നോക്കട്ടെ. പനിയുണ്ടോ? എനിക്ക് പനി പിടിക്കും. പീരിയോഡിക്ക് ഇവിടെയും കെമിസ്ട്രി ഉണ്ടല്ലോ. പച്ച കളറിലാണ് കാണിക്കുന്നത്. എന്താണ് നോർമൽ? പച്ച കുഴപ്പമില്ലെന്നല്ലേ, പേടിപ്പിക്കാൻ ഓരോ കളറുകള്. നീ നടക്കുന്ന വെച്ചാണ്, ഞാൻ നടക്കുന്ന വെച്ചാണ്. പച്ച സാധനം എന്റെ ഉണ്ട് കേട്ടാ. നമ്മൾ എത്രത്തോളം ഇരുട്ടി നിൽക്കുന്നു അത്രത്തോളം ഡേഞ്ചറിൽ പോകും. ലൈറ്റ് ഓൺ ആവണം കേട്ടോ. ലൈറ്റ് ഓണാ. ഈ ടോർച്ചിന് വലിയ പവർ ഇല്ല. ഹലോ, എല്ലാ ലൈറ്റും ആദ്യം ഓണാക്കാം. ഹലോ കാട്ട് പോണ നമുക്ക് പിന്നെ എന്തോ പൊട്ടിയാണ് ശബ്ദം. ചില്ലെന്തോ ഇവിടെയൊക്കെ പച്ചയാണ്. ടെമ്പറേച്ചർ ഫ്രീസിംഗ് അല്ല കേട്ടോ. കേറിയല്ലേ ചോരയല്ലേ? എന്താണ് ഈ പാട്? അല്ല ഈ സാധനം ഇട്ട് നോക്കി. അല്ല കണ്ണാടി അങ്ങനെയൊന്നുമില്ല. കണ്ണാടി ഇടുമ്പോ കണ്ണടിച്ചു പോണു. വെട്ടക്കുറവുണ്ട്. ഇതും കക്കൂസാണല്ലോ. ഇവിടെ പൈപ്പ് പോണല്ലോ. കിട്ടി കേട്ടാ. പൈപ്പിന്ന് വെള്ളം പോണു. പൈപ്പ് പോണു. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്ന കേട്ടാ. ഒരു പാട്ടല്ലേ നമ്മള് കേൾക്കുന്നു. ലേറ്റ് അടയുന്ന എന്നെ പിടിച്ച. അയ്യോ ചാക്ക് മനുഷ്യൻ. അയ്യോ ഞാൻ എണ്ണിക്കടാ. എന്റെ ബോഡി ഇതാണ്. ഞാൻ പ്രേതമായി. എന്റെ ആത്മാവാണ നീ. വണ്ടി ഇടാത്ത റോഡിൽ കയറാൻ കൂട്ടുകാരൻ പോയി. ഞാനല്ലേ നോക്കട്ടെ. അവൻ ഫിംഗർ പ്രിന്റ് ഗോസ്റ്റ് ഓപ്സ് വല്ലതും കണ്ടാ? ഭയങ്കര സ്പീഡ് ഫ്ലാഷിനെ പോലെ. എന്താ ഗോസ്റ്റ് ഓപ്സ് വല്ലതും കണ്ടാ? ചെറുക്കൻ ഓരോന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് വെച്ചിട്ട് കാര്യമില്ല. EMF നോക്കണം. ടെമ്പറേച്ചർ ഫ്രീസിങ് ആവുന്നില്ല. അതെന്താണ്? അതെന്താ ഈ സാധനങ്ങളായിട്ട്? എങ്ങനെയത്? എനിക്ക് റിവൈവ് ആവാൻ പറ്റത്തില്ല. നീ റെക്കോർഡ് ചെയ്യണോ? എടാ ഞാൻ കണ്ടാ
ഞാൻ കേറാൻ പോയപ്പോ ലൈറ്റ് ഓഫ് ആയി. ഓ, കേറിയിട്ടാണ് ഡോർ അടയ്ക്കാൻ പോടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഒന്ന് ഗസ് ചെയ്തിട്ട് നോക്കാൻ പോട്ട്. എന്റെ കൂട്ടുകാരനെ പോയിട്ട് ഞാനിവിടെ പോണം. അവന്റെ കുടുംബം നോക്കാവുള്ളേ. അപ്പം നല്ല പേര് ഇത് കൊടുക്കാം. കുരിശുണ്ടായിരുന്നടാ. നല്ല പേര് ഇത് കൊടുക്കാം. സ്റ്റോപ്പ് ഗോസ്റ്റ് ഫ്രം ഹണ്ടിങ് വൺസ്. എടാ ഒരു പ്രാവശ്യം എടുത്താ മതി കുരിശ്. കഴിഞ്ഞെന്ന് തോന്നടാ. ആ ഞാൻ ചത്തു. യു ഫെയിൽഡ് ഐഡന്റിഫൈ. വളരരുത്. ഗെയിം അങ്ങനെ മനസ്സിലായല്ലേ? സംഭവം ഗെയിം ഇതാണ്. ഓക്കെ ഗൈസ്, സെക്കൻഡ് ട്രൈ. ഇത് അടുത്ത രാത്രി നമ്മൾ പ്രയത്നെ കണ്ടുപിടിക്കും ഗൈസ്. അല്ലേടാ? അതെ അതെ. കണ്ട് പിടിച്ചില്ലെങ്കിൽ ഇവന്റെ പേര് മാറ്റിക്കും. ഇവന്റെ അല്ല, വേണ്ട, റിസ്ക് എടുക്കണ്ടല്ലേ. ഞാൻ പേര് മാറ്റും. പേര് മാറ്റുവാ? നമുക്ക് പിന്നെ അങ്ങനൊന്നും ഇല്ല. നമുക്ക് നോക്കാം. കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, പിന്നെന്താ. അതെ അതെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതൊക്കെ എടുക്കണേ. ഓക്കെ. EMF റഡാർ അതെടു. സോഡ ക്യാൻ. EMF എവിഡൻസ്. ആ ഞാൻ പിക്ക് ചെയ്ത്. പിന്നെ ടെമ്പറേച്ചർ ഞാൻ എടുത്ത്. ഒരെണ്ണം കൂടെ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരെണ്ണം എടുക്ക. ഞാൻ പറയുന്ന സാധനം എടു. പാരാമോഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല, അതെടു. ഞാൻ കുരിശെടുത്ത്. രക്ഷപ്പെടാൻ പറ്റും ഒരു പ്രാവശ്യം. അതുകൊണ്ട് അതിപ്പോ ഉപയോഗിക്കണ്ട, അതെടു. തിരിച്ചു ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പറ്റൂടാ. അത് G ഒക്കെ ഡ്രോപ്പ് ചെയ്യും. താഴെ പോട്ടെ. വെറ്റി, നമുക്ക് 99 98 ഉണ്ടോ? 100 നീ ഉണ്ടല്ലോ. ഇതെടു, ഞാൻ പറയുന്ന കാര്യം എടു. ഏത്? സ്പിരിറ്റ് ബോക്സ്. ക്യാമറ കിടക്കുന്നു, എടുക്കട്ടെ? ക്യാമറ എടുക്കണ്ട, ഇപ്പൊ എടുക്കണ്ട. നിനക്ക് ഗോസ്റ്റ് ഓപ്സ് ഇല്ല. ഈ സാധനം ഇതെടു. വല്ലതും കാണാൻ പറ്റുന്ന പറയണം കേട്ടാ. ഇതിപ്പോ വെട്ടമുള്ള വശം എനിക്ക് ബ്ലൂ ആയിട്ട് കാണാം, അത്രേ ഉള്ളൂ. ആ അല്ല പ്രേതത്തിന്റെ വല്ലതും കാണാൻ പറ്റുന്ന പറയണ കടന്ന്. ഓ ടോർച്ച്. ആ ടോർച്ച് അടിച്ചു. മെയിൻ ഹാളി വെക്കട്ടെ. വീട് അത്ര ശരിയല്ല ഗൈസ്. ഡാടാ ഇതൊന്ന് ഓണാക്കിടാ. മിന്നുന്നു. ഞാൻ പുറത്തു പോയി. പുറത്തോട്ട് പോയാ കള്ള പറഞ്ഞടാ. അതില് വെക്കേണ്ട കാര്യമാണ്. ശബ്ദം. ബേസിക് മോഷൻ സെൻസർ. ഓക്കെ. ഈ ഗേറ്റിൽ ആരെങ്കിലും വന്നാൽ നമുക്ക് പിടിക്കാൻ പറ്റും. ഓ ബബിൾസ് മോഷൻ സെൻസർ അല്ലേ? അതെ. ഇവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്യണ്ട. ആടാ ഇങ്ങോട്ടോ, കുറച്ച് പുറത്തിറങ്ങ്. അടച്ചാരാ? ഞാനല്ല. ഞാൻ നോക്കട്ടെ, ഇവിടെ നോക്കാം. വെയിറ്റ്. അടുത്തൊന്നും ഗോസ്റ്റ് ഇല്ല. അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമല്ല. അതാ പച്ചയാണ് ഇവിടെയൊക്കെ, പക്ഷെ ഒന്നുമില്ല. അണ്ണ ആ മുറിയിലുണ്ട്, മഞ്ഞയായി. ഈ മുറിയിലുണ്ടറാ. അപ്പൊ അത് ടിക്കറ്റോ? EMS 5 ആയോ? ജെ സ്പിരിറ്റ് ബോക്സ് ആണോ നീ ഉപയോഗിച്ചല്ല? സ്പിരിറ്റ് ബോക്സ് അല്ല, EMF 5 ആയില്ലല്ലേ? ഇല്ല. ആ മുറി പോയി നോക്ക്, 5 ആവുന്ന നോക്കണേ. ഞാനേ നീലക്കളറാടാ. എന്നാ ലേറ്റ്. പിന്നെ ഇങ്ങോട്ട് വരിക. അപ്പം വീടിന്റെ വെളി ഇറങ്ങ. അല്ല ഡോർ അടക്കണ്ടേ? വേണ്ട, എന്തിനാ പറഞ്ഞത്? അപ്പം എന്താണ് പാരാമോഷൻ വന്ന്.
ടെമ്പറേച്ചർ ഫ്രീസിങ് അല്ല EMF 5 ആണോന്ന് ഇവിടെയൊക്കെ പച്ചയാ. ഞാൻ മുറിയിലോട്ട് പോയി വേണേ 5 ആക്കിയിട്ട് വരാം. പക്ഷെ 5 ആയി ഞാൻ ചാവുമെന്ന് തോന്നുന്നു. ഗ്യാരേജ് എടാ ബീപ്പായ മതിയെന്ന് തോന്നുന്നു കേട്ടോ. ഉറപ്പാണോ? ഇവിടെ മഞ്ഞ മാത്രമേ ഉള്ളൂ. നോ എസ്കേപ്പ്. മഞ്ഞ മാത്രമേ ഉള്ളൂ. അപ്പൊ മഞ്ഞ മാത്രമായിട്ട് കാര്യമില്ലടാ. മഞ്ഞ മാത്രമേ ഉള്ളൂ. ഈ സാധനം നീലയായിരുന്നു. നീല 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 എത്രയായി? ഇവിടെ പച്ച തന്നെയാടാ. അല്ലടാ ഈ സാധനം നീലയാവുന്നടാ. അത് ഞാൻ കണ്ട്. ഇടയ്ക്കിടയ്ക്ക് നീലയാവുന്നതാണോ അത്? UV ലൈറ്റ് ഉപയോഗിച്ചാലേ അതിട്ട് നോക്ക്. ആ കണ്ണാടി പോലത്തെ സാധനം ഇട്ട് നോക്ക്. അതെന്തേലും മറ്റേ ബ്ലഡ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വല്ലതും അറിയാൻ പറ്റിയ നോക്ക്. ഇല്ല ഓറഞ്ച് മാത്രമേ കത്തുന്നു. എവിടെ? എടാ ഡോർ അടഞ്ഞടാ. തുറക്കാൻ പറ്റത്തില്ല. I am lost. എന്നെ പിടിക്കടാ. എനിക്ക് 5 ആയി. അത് 5 ആയാ? ഓ EMF 5 ആയി. മൈലിനുണ്ട്, പ്രേറ്റയുണ്ട്, പ്രായത്തുണ്ട്, എന്തൊക്കെ പേരടാ ഇത്. ഇതൊക്കെ ഉണ്ട്. ഇതിലേതായിരിക്കും? ഫ്രീസിംഗ് ടെമ്പറേച്ചർ ഫ്രീസ് ആയിരുന്ന? ഇല്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ടോർച്ച് അടിച്ചോണ്ടിരുന്നു. അപ്പൊ ടെമ്പറേച്ചറിന്റെ സാധനം നോക്കിയത് അതും കൂടെ എടുത്തു. നീ ഉണ്ടല്ലോ. ടെമ്പറേച്ചർ ഫ്രീസ് ആയ നോട്ടെ. അതായെങ്കിലാ ഞാൻ നിന്റെ കൂടെ ഇത് കൊടുത്തു നോക്കാമേ. വയർ എന്ന് പറയുന്ന സാധനം UPVR കൊടുത്ത നോക്കട്ടെ. ഇതാണോ നോക്കട്ടെ. നിന്റെ ഈ സാധനം കുറഞ്ഞോണ്ടാണോ ഇത്? നോക്കട്ടെ. എടാ കറക്റ്റ് അല്ലടാ അത്. അത് കറക്റ്റ് അല്ല. റെഡ് ആയി മൊത്തം കുറെ കേറി. ടൈം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എടാ ഒരാൾക്ക് 2 എക്സ്ട്രാ ഒബ്ജക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ടോർച്ചും കൂടെ ഡ്രോപ്പ് ചെയ്താൽ 3 എണ്ണം. പക്ഷെ ടോർച്ച് ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരാൾ ടോർച്ച് എടുക്ക്. ഞാൻ ടോർച്ച് എടുക്കാം. അല്ലല്ല ഞാൻ പെട്ടെന്ന് അടിക്കാം. നീ ബാക്കിയുള്ള നീ ടോർച്ച് എടു. ഞാൻ ബാക്കി കാര്യങ്ങൾ എടുക്കാം. നീ ഇപ്പം മറ്റു കാര്യങ്ങൾ നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? സ്പിരിറ്റ് ബോക്സ് വേണം, മോഷൻ സെൻസർ വേണം, തെർമോമീറ്റർ വേണം. നിന്റെ ഫുൾ ആയി. അപ്പം 2 എണ്ണം പറ്റത്തുള്ളൂ. അല്ല ഞാൻ ഉണ്ടല്ലേ സ്പിരിറ്റ് ബോക്സ് എടുക്കുന്നില്ല. EMF റഡാറും എടുക്കാം, മോഷൻ സെൻസർ എടുക്കാം, പിന്നെ തെർമോമീറ്റർ എടുക്കാം. ഗോസ്റ്റ് ഗൂഗിൾസ് വേണ്ടല്ലോ. നമുക്ക് കാണാൻ അത് നമുക്ക് സ്പിരിറ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ വല്ല കാര്യം വന്നെടുക്കാം. പോയി എടുക്കാം. വേണേ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാലോ. നമുക്ക് ആ കാര്യം അവിടെ വെക്കാൻ പറ്റൂടാ. നല്ല മോഷൻ സെൻസർ അവിടെ. ക്യാമറ ഒരെണ്ണം വിടാം. പിന്നെ വേറെ കാര്യങ്ങളാണല്ലോ. ക്യാമറ 2 വേണ്ട, 1 മതി. EMF 2 എണ്ണം വേണം. അത് വലിയ ഉപകാരം ഇല്ലടാ. അത് 1 മതി. വേറെ കാര്യങ്ങളുണ്ട്. സ്പിരിറ്റ് ബോക്സ് വേണേ 2 എണ്ണം എടുക്കാം. സ്പിരിറ്റ് ബോക്സ് വേണ്ട, സംസാരിക്കുന്നില്ല. അത് അല്ല ബുക്ക് 2 എണ്ണം എടുക്കട്ടെ. വേണ്ട, അത് 1 മതി. പിന്നെ വേറെ വല്ലതും എടുക്കാൻ. റഷ് ചെയ്യുന്ന ആൾക്കാർക്ക് കുരിശ് പിടിച്ചു പോകും. അത് നമ്മള് റഷ് ചെയ്യുന്നില്ലല്ലോ. അത് വേണ്ട. ഞാൻ വേണേ ടോർച്ച് അടിച്ചെല്ലാം നടന്നിട്ട് ആ കുരിശ് 2 എണ്ണം എടുത്ത് വെച്ചാലേ. 2 എണ്ണം പറ്റില്ല. ഒറ്റ എണ്ണം കിട്ടും ഗെയിമിലേക്ക്. ഒരു പ്രാവശ്യം ഉപയോഗിക്കാം. നീയാണ് ആദ്യം എപ്പോഴും പിടിക്കുന്നത്. നീ ആ കുരിശ് പിടിച്ചോ. അതാ സ്പിരിറ്റ് ബോക്സ്, ലൈറ്റർ. ഇനി 2 എണ്ണം കൂടെ എക്യൂപ്പ് ചെയ്യാം. പറ. ക്യാമറ എടുക്കട്ടെ. 2 എണ്ണം വേണ്ട. ക്യാമറ ഒന്നും ഇല്ല. മറ്റേ വെള്ളം എടുത്തേ. നമുക്ക് എടുക്കാൻ നേരം കിട്ടുമോ ഓടാൻ? സ്റ്റാമിനയുടെ ആവശ്യമില്ല. സ്റ്റാമിനയുടെ അല്ലടാ, അത് നമ്മുടെ പേടി കുറയ്ക്കുന്നതിന്റെ ഒന്ന് വായിച്ച സംഭവ ഉപകാരം. റീസ്റ്റോർ യുവർ സാനിറ്റി. അത് വേണം. ആ സാനിറ്റി കുറഞ്ഞാലാണ് നമ്മളെ പ്രേതം പിടിക്കുന്നത്. അത് കൂട്ടിയ വിഷയമില്ല.
ഇപ്പൊ 2 എടുക്കട്ടെ. എടുത്തോ. ആ ഓക്കെ. ബാക്ക് സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റാർട്ട് ചെയ്തോ. ഫെയിൽ ടു സ്റ്റാർട്ട്, ഓൺലി ഹോസ്റ്റ് ക്യാൻ സ്റ്റാർട്ട്. ഹോസ്റ്റ് ഞാനാണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഗൈസ് കഴിഞ്ഞ വട്ടം തോറ്റി, ഇപ്രാവശ്യം നമ്മൾ പിടിക്കും അല്ലേ? അതെ. ലൊക്കേഷൻ മാറ്റാൻ പറ്റുമായിരുന്നു. ലൊക്കേഷൻ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഇത് മതി. ഈ സ്ഥലത്തെ പ്രയത്നം അത് ക്ലിയർ ചെയ്യണം. ടോർച്ച് ഞാൻ എടുക്കാണ്. കുറച്ച് വെയിറ്റ്. നീ ആ ഇതെടുത്തരേ കുരിശ് പോലത്താ. കുരിശ് അതെ. ഞാൻ ഇതെവിടെ പ്ലേസ് ചെയ്യണ്ടാണ് കേട്ടോ. ഏത് ഇതെടുക്കാം. ഇങ്ങനെ ചുമ്മാ കാണിച്ചാൽ അത് ഓടത്തില്ല. എവിടെ പ്ലേസ് ചെയ്യണം. ടോർച്ച് അന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ. പാരനോർമൽ മൊമെന്റ് ഡിറ്റക്ട് ചെയ്യാൻ ആദ്യം എടുത്താ. പിന്നെന്താ ഇത് യൂസ്ഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്, അത് നടക്കും. ഞാൻ ക്യാരക്ടർ മാറിയാ. ഓക്കെ. ഇത് ധൈര്യമുള്ളവനാ. അതെ. യൂസ്ഡ് ടു ഒബ്റ്റെയിൻ റൈറ്റിംഗ് എവിഡൻസ്. അതെടുത്ത് നമുക്ക് വെക്കാമേ. അത് നമുക്ക് എവിടെയാണ് കൂടുതൽ ഗോസ്റ്റിന്റെ സാന്നിധ്യം അവിടെ കൊണ്ട് ഇത് വേണം വെച്ചിട്ട്. ടോർച്ച് നീ വേണ ഡ്രോപ്പ് ചെയ്തോ? ടോർച്ച് ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ 3 എടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ എനിക്ക് ഒരെണ്ണം കൂടെ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അത് ഇന്ന് എടുക്കുന്നത്. ക്യാമറ എടുക്കാം. ഓക്കെ. ക്യാമറ ഇത് എവിടെ വെക്കുന്നതാണല്ലോ, എടുക്കാൻ പറ്റത്തില്ല. വെക്കണം, നമുക്ക് വെച്ചാൽ മതി. എവിടെയെങ്കിലും വെച്ചാൽ മതി. ടോർച്ചടി ഭാഗത്തോട്ട് പോവാം. അങ്ങോട്ടായിരുന്നല്ലോ വീട്. ആദ്യമേ നോക്കണ്ടല്ലോ, ഇത് എടുത്ത് ഓണാക്കി വെച്ചേക്കാം. ആദ്യം കുരിശെടുത്ത് ഇവിടെ വെക്കട്ടെ. കുരിശ് ഇവിടെ വെക്കാല്ലേ. ഈ സാധനം എടുത്തു. മോഷൻ സെൻസർ വെച്ചിട്ടുണ്ട് ഞാൻ. കുരിശ് ഈ സ്റ്റെപ്പിന്റെ ഇവിടെ ഇട്ടു. ഇവിടെ കുരിശിരിക്കുന്നില്ല. മോഷൻ സെൻസർ വെച്ചിട്ടുണ്ട് കേട്ടാ. മെയിൻ തലത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. കുരിശിരിക്കുന്നില്ല. കുറച്ച് അടുത്തോട്ട് പോയി. ഇല്ല, കൈ പിടിക്കണ്ടായിരിക്കും. റെഡ് കളർ കാണിച്ചടാ. കുരിശ് അവിടെ ഇതിവിടെ റെഡ് ആടാ ഈ അറ്റം. ക്യാമറ അതിന്റെ അർത്ഥം എന്താ? എന്റെ അടുത്തത് അടുത്തുണ്ടെന്നല്ലേ. ഇതെന്താടാ ഇരിക്കാത്ത? ആ ക്യാമറ എടുക്കാം. താഴെ വെച്ച് മാറി അങ്കി ആ കുരിശ് എടുക്കാൻ പറ്റുന്നു. പേടിച്ചു പോയി. എന്തോ എനിക്ക് എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഇത് മൊത്തം റെഡാടാ. ഞാൻ വെള്ളം കുടിച്ചു. നിനക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. കുറവാണ്. അതാണ് ഇത് റെഡ് ആവുന്നടാ. സ്ക്വാഡ് സാനിറ്റി നിന്റെ കുറയോ. കേറ്. ഇവിടെ വെള്ളം എടുത്തോടി. 96 97 95 97. അവിടുന്ന് മാറിയ പോടാ. കുടിക്കണ്ട. ടൈം ഉണ്ടോ? പാരാമോഷൻ അത് കിട്ടി എനിക്ക് ക്ലിയർ ആയിട്ട്. The ghost name is മുഹമ്മദ് റൊമാനോ. പീസ് ടൈം പോയി. എന്താണ് 00 പീസ് ടൈമർ 000. നിനക്ക് പേടിയുണ്ടല്ലോ. എനിക്ക് നല്ല പേടിയാ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഗോസ്റ്റ്. സ്റ്റോപ്പ് എ ഹണ്ട് വിത്ത്. അത് വെച്ച് ഹണ്ട് ചെയ്യണം. അതാണിത്. തെർമോമീറ്റർ വെച്ച് ഗോസ്റ്റിന്റെ റൂം കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്കവർ ദ റൂം വിത്ത് EMF റഡാർ. EMF റഡാർ വെച്ചും റൂം കണ്ടുപിടിക്കാം. ക്രിപ്റ്റിഫിക്സ് അല്ലേ എന്റെ കയ്യിലിരിക്കുന്ന? ക്രിപ്റ്റിഫിക്സ് എന്തോ എന്റെ പേര്. ഗോസ്റ്റ് നെയിം മുഹമ്മദ് Some objects will be complete when you leave. ഇതൊക്കെ തീർത്ത് നമുക്ക് പോവാം. ഐഡന്റിഫൈ ദ ഗോസ്റ്റ്. എന്ത് ടൈപ്പ് ഗോസ്റ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. അതിപ്പോ എങ്ങനെയാ? അത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പോൾ കിട്ടും. പേടിയാവുന്നടാ. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം എടുത്തിട്ടുണ്ട്. നീ എവിടെ? ന്യൂ ഫോട്ടോ ടു ആഡ്. നിന്റെ സാനിറ്റി ഫോട്ടോ എടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം എടുത്തു. ഫോട്ടോടെ ക്യാമറ എടുത്ത് മാറട്ടെ ഞാൻ. അങ്ങനെ ഫോട്ടോ കാണുന്നത് എങ്ങനെയാ? എടുത്താ മതിയെന്ന് തോന്നുന്നു. എന്നിട്ട് ജെ നക്കി മതിയെന്ന് തോന്നുന്നു.
ഇതിനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ സാധനം എടുക്കട്ടെ. ഇത് റെഡ് ആയടാ. അത് റെഡ് അടഞ്ഞു. നമ്മളിതിനാ അവിടെ ഡോർ അടഞ്ഞു. ടൈമർ ഉണ്ടറാ. പീസ് ടൈം അത് കയറാ. തുറന്നാ ഓ ശബ്ദം റെഡായി. എന്താ ഇത്ര പ്രാന്ത് പിടിച്ചെന്നായിരുന്നു. നോക്കട്ടെ. കേറല്ലേ അടഞ്ഞു. തുറന്നു ഞാൻ. ആ താളില അങ്ങനെ കയറില്ലേ. പെട്ടെന്ന് അടയ്ക്കുന്നുണ്ട് കേട്ടോ ഇവൻ. ഇന്നോളാൻ വയ്യവര് കൊല്ലണോ നമ്മളെ. റെഡ് ആയാലോ EMS റഡാർ 3 കേട്ടോ. കുരിശെടുത്ത് എറിയുന്നാളാ നീ. ഞാൻ ഇതും പിടിച്ചോണ്ടിരിക്കാം. ഇവിടെ എന്തോ കൊട്ടുന്ന ശബ്ദം കേൾക്കുന്നു.